Good morning. In the previous class, we studied about Bohr atomic model. ഈ ബോറിന്റെ ആറ്റമിക് മോഡലിന് എങ്ങനെയാണ് ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് ലൈറ്റ് ജമ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എങ്ങനെ എമിറ്റ് ചെയ്യുന്നതെന്ന് നമ്മളിവിടെ പറഞ്ഞിരുന്നു. അതായത് ഇവിടെ സെക്കൻഡ് ലെവലിൽ നിന്ന് ഫസ്റ്റ് ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്ന ആ ഡിഫറൻസ് ഇൻ എനർജി വിൽ ബി എമിറ്റഡ് ആസ് റേഡിയേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ the electrons are revolving around nucleus in a certain selected circular orbit. അപ്പോൾ ആ ഓരോ ഓർബിറ്റിന്റെയും റേഡിയസ് എന്താണ്, അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന്റെ വെലോസിറ്റി എന്താണ്. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഓരോ എനർജി ലെവലിനും നമ്മൾ പറയുന്നത് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നാണ്. അതായത് ഇതിൽ ഓരോ എനർജി ലെവലിന്റെയും എനർജി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. So firstly we can think about the velocity of an electron. So here we know that the electrons are revolving around nucleus. അപ്പോൾ ഒരു ആള് ഇലക്ട്രോൺ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരു സർക്കുലർ മോഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ there need a force and that force is named as centripetal force. അപ്പോൾ centripetal force എന്താണ്? If the particle of mass m is moving with a velocity v in a circular orbital of radius r, then you know what is the centripetal force. That centripetal force is equal to mv square by r. So here you know who is giving the centripetal force. ആരായിരിക്കും ഇവിടെ വട്ടം കറങ്ങാനുള്ള അല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ പോവാൻ ആവശ്യമായ ഫോഴ്സ് ഇലക്ട്രോൺ കൊടുക്കുന്നത്? That is nothing but the force of attraction between nucleus and electron, isn't it? So here you know it is a hydrogen atom. We are studying about hydrogen atom. ഹൈഡ്രജൻ ആറ്റത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഹൈഡ്രജൻ ആറ്റം ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി വൺ പ്രോട്ടോൺ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രോട്ടോന്റെ അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇ ആണ്. സിമിലർലി ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് എൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണും ആ പ്രോട്ടോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ ആ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇ ആണ്. സോ ഇവിടെ Q1 എന്ന് പറയുന്നതും ഇ ആണ്, Q2 എന്ന് പറയുന്നതും ഇ ആണ്. സോ വാട്ട് വിൽ ബി ദ electrostatic force of attraction according to Coulomb's law, that is equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square. Here Q1 equal to E and Q2 equal to E, so we can write that the electrostatic force of attraction is 1 by 4 pi epsilon 0 R square. So it is providing the centripetal force, so we can equate that mv square by R is equal to 1 by 4 pi epsilon 0 E square divided by R square, isn't it? And from here you can find what is the velocity of that. ഇതൊന്ന് വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ? വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ലെഫ്റ്റ് സൈഡിൽ ഒരു 1 by r ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു 1 by r square ഉണ്ട്. അതുകൊണ്ട് അതിൽ ഒരു r ക്യാൻസൽ ആവും. ആൻഡ് m I am moving from that mass I am moving from left hand side to right hand side. അപ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് പോകും. So from there I can write v square is equal to E square divided by 4 pi epsilon 0 mr. So by taking the square root of that, we will get what is v equal to E by root of 4 pi epsilon 0 mr. That is the velocity of electron. So okay, next we are going to find what is the radius of the orbit. നമുക്ക് ഓരോ ഓർബിറ്റിന്റെയും റേഡിയസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് നമ്മുടെ കയ്യിലുള്ള ഒരു ഇക്വേഷൻ ആണ് ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡിങ് ബൈ the electrostatic force of attraction between electron and proton. So we can write that mv square bar r is equal to 1 by 4 pi epsilon 0 E square by R square. We discussed about it, and let it is equation number 1. And we know the quantum condition of Bohr. ബോറിന്റെ ക്വാണ്ടം കൺസെപ്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടം കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയാം. The angular momentum is an integral multiple of h by 2 pi, and if v is the velocity of a particle and if r is the radius of that circular motion, r is the radius of that orbit, and if m is the mass of the body, then we can find the angular momentum by mvr. നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് mvr അല്ലേ? mvr എന്ന് പറയുന്നതാണ് ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കുക. ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് മൊമെന്റം ആണ്. അതിന് നമുക്ക് വേണമെങ്കിൽ r ക്രോസ് p എന്ന് കണ്ടുപിടിക്കാം അല്ലെ? r ക്രോസ് p എന്ന് പറയുന്ന മൊമെന്റം ആണ്. അതായത് r ക്രോസ് m ഇൻറ്റു v എന്ന് പറയാം. അപ്പൊ ഇവിടെ ഒരു സർക്കുലാർ മോഷൻ ആയതുകൊണ്ട് ഈ നമുക്ക് കിട്ടിയത് r ക്രോസ് എം വി എന്നാണ്. വിയും ആറും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അപ്പോൾ r ക്രോസ് v എന്നുള്ളത് നമുക്ക് ആർ വി
സൈൻ തീറ്റ എന്ന് എഴുതാം. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ആർ ക്രോസ് വി എന്ന് പറയുന്നതിന് നമുക്ക് ആർ വി സൈൻ 90, അതായത് ആർ വി എന്ന് തന്നെ കിട്ടും. അപ്പോൾ എം ആർ ക്രോസ് വി എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, എം ആർ വി അല്ലെങ്കിൽ എം വി ആർ എന്ന് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ദ ആംഗുലാർ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എം വി ആർ. And we know that is equal to integral multiple of h by 2 pi. So we can write that is equal to ns divided by 2 pi. So that is the second equation. And I am going to square that equation. Adina square cheyumbol left hand side square cheyumbol we will get equal to m square v square r square. Right hand side square cheyumbol we will get that equal to n square s square divided by 4 pi square. Isn't it? So here what I am going to do is that one. അതിൽ ഒരു m നെയും r സ്ക്വയറിനെയും ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ ദാറ്റ് 1m and v r square I am shifting that from left hand side to right hand side. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ ന്യൂമറേറ്ററിൽ ഇരിക്കുന്നത് ഡിനോമിനേറ്ററിലേക്ക് പോകും. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എസ് സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi square m r square. Okay. So that is the equation 4. And I am substituting that equation 4 in equation 1, isn't it? Equation 1 left hand side and the mv square by r ആണ്. And we know what is mv square, that is equal to n square s square divided by 4 pi square m square m r square. So I can write the left hand side as n square s square divided by 4 pi square m r cube. R cube വരാൻ കാരണം അവിടെ ഒരു 1 by r ഉണ്ട്. ആ 1 by r ഉം r square കൂടി 1 by r square കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 by r cube കിട്ടി. And the right hand side, that is equal to 1 by epsilon 0 e square r square. And from there I can find what is r, isn't it? അപ്പോൾ ആറിനെ ഒരു സൈഡിൽ നിർത്തുക, ബാക്കി എല്ലാത്തിനെയും മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എസ് സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇസ്ന്റ് ഇറ്റ്? സോ വി ക്യാൻ റൈറ്റ് ദ റേഡിയസ് ഓഫ് ഓർബിറ്റസ് എപ്സിലോൺ 0 എസ് സ്ക്വയർ എൻ സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയർ അല്ലേ. അപ്പോൾ എൻ എന്ന് പറയുന്നത് അവരൊരു നമ്പറാണ്. ആ നമ്പർ എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പറയുന്ന എന്ത് നമ്പർ വേണമെങ്കിലും ആവാം. വി നോ എൻ എവിടെ നിന്നാണ് നമുക്ക് വരുന്നതെന്ന്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ബോറിന്റെ ക്വാണ്ടൈസേഷൻ കൺസെപ്റ്റിൽ നിന്ന് വരുന്നതാണ്. ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം ഈസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എച്ച് ബൈ 2 പൈ. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ എൻ എന്ന് പറയുന്നത് 1 ഉം 2 ഒക്കെ ആവാം. അപ്പോൾ എൻ എന്ന് പറയുന്ന അവിടെ 1 ആവാം, 2 ആവാം, 3 ആവാം. അതായത് n 1 ആവുകയാണെങ്കിൽ ദ റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എസ് സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയർ ആയിരിക്കും. n എന്ന് പറയുന്നത് 2 ആണെങ്കിൽ എപ്സിലോൺ 0 എസ് സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയർ, എൻ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആയിരിക്കും. n 3 ആണെങ്കിൽ എപ്സിലോൺ 0 എസ് സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയർ, പിന്നെ എൻ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആകുമ്പോൾ 9 ആയിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാം, nth റേഡിയസ് ഓഫ് ഓർബിറ്റ് ആർ എൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന R1, സെക്കൻഡ് റേഡിയസ് എന്ന് പറയുന്ന R2, തേർഡ് റേഡിയസ് എന്ന് പറയുന്ന R3. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, Rn, അതായത് nth റേഡിയസ് Rn എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം, എപ്സിലോൺ 0 എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ എം ഇ സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിൽ തൽക്കാലം എപ്സിലോൺ 0 എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയറിനെ നമുക്ക് വേണമെങ്കിൽ A0 എന്നെടുക്കാം. A0 എന്ന് പറയുന്നതിന് നമ്മൾ ബോർ റേഡിയസ് എന്നാണ് പറയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, Rn ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം, എൻ സ്ക്വയർ ഇൻറ്റു A0 എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ A0 എന്ന് പറയുന്നത് എപ്സിലോൺ 0 എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയർ ആണ്. അതായത് n എന്ന് പറയുന്നത് 1 ആവുമ്പോൾ എന്തായിരിക്കും വരിക, Rn എന്ന് പറയുന്ന A0 ആയിരിക്കും. അതായത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയേഷനെയാണ് നമ്മൾ എന്ത് പറയാ, ബോർ റേഡിയസ് എന്ന് പറയാ. n എന്ന് പറയുന്ന 2 ആവുമ്പോൾ എന്താ വരിക, R2 is equal to 4A0 ആയിരിക്കും. n 3 ആവുമ്പോൾ R3 is equal to 9A0 ആയിരിക്കും. n 4 ആവുമ്പോഴോ R4 equal to 16A0 ആയിരിക്കും. And this A0 is named as Bohr radius. So we can write that Rn equal to n square A0. നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു ചെറിയൊരു വർക്ക് തരികയാണ്. ആ A0യുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കുക. എപ്സിലോൺ 0യുടെ വാല്യൂ അറിയാം, എച്ചിന്റെ വാല്യൂ അറിയാം, പൈയുടെ വാല്യൂ അറിയാം. എം എന്ന് പറയുന്ന മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്, അത് 9.1 ഇൻറ്റു 10⁻³ ആണെന്നറിയാം. ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, 1.6 ഇൻറ്റു 10⁻⁻19 ആണെന്നറിയാം. യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദോസ് വാല്യൂസ്, ദെൻ യു വിൽ ഗെറ്റ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് A0. Next we can study about the energy of the electron. അപ്പോൾ ഓരോ ഓർബിറ്റിലും മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഇലക്ട്രോണിന് 2 എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഉണ്ട്, എന്തുകൊണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m മൂവിംഗ് വിത്ത് വെലോസിറ്റി v എന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഹാഫ് mv² ആണ്. അതിൽ mv² എന്താണെന്ന് നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. n സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡ് ബൈ 4 പൈ സ്ക്വയർ mr² ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വിയുടെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം, ഇ ഡിവൈഡ് ബൈ റൂട്ട് 4 പൈ എപ്സിലോൺ 0 mr ആണ്. അത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചതാണ്.
So I am substituting that value E divided by root 4 pi epsilon 0 mr for V. അപ്പോൾ വി സ്ക്വയർ എന്ന് പറയുന്നത് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 എം ആർ ആയിരിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 എം ആർ ആയിരിക്കും. അപ്പോൾ അതിലെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലുള്ള എം ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ and 2 into 4 that we will get 8. So we will get that kinetic energy equal to E square divided by 4 pi epsilon 0 R. So that is the kinetic energy of the electron. And next we can study about the potential energy of that electron. Potential energy എന്ന് പറയുന്നത് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. Q1 എന്നും Q2 എന്നും പറയുന്ന രണ്ട് ചാർജുകൾ R എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ the potential energy between those two charges that is equal to Q1 Q2 divided by 4 pi epsilon 0 R ആണെന്ന് നമുക്കറിയാം. But in this case the ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് സി ആണ്. അവിടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൽ പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് പ്ലസ് സി ആണ്. സോ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് സി സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon 0 R. ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദാറ്റ് ഇലക്ട്രോൺ. സോ വി ക്യാൻ ഡിസ്കസ് വാട്ട് വിൽ ബി ദ ടോട്ടൽ എനർജി ഓഫ് ദാറ്റ് ഇലക്ട്രോൺ. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? That will be the sum of kinetic energy and potential energy. So here kinetic energy എന്ന് പറയുന്നത് you know that equal to E square divided by 4 pi epsilon 0 R ആണ്. Potential energy is equal to minus E square divided by 4 pi epsilon 0 R ആണ്. And if we are adding those two quantities we will get that is equal to minus E square divided by 4 pi epsilon 0 R അല്ലേ? അപ്പോൾ അതിൽ E കോൺസ്റ്റന്റ് ആണ്, 8 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്, എപ്സിലോൺ 0 കോൺസ്റ്റന്റ് ആണ്. R എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ആ റേഡിയസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർബിറ്റലിന്റെ R1 R2 എന്നിങ്ങനെ എടുക്കുമ്പോൾ nth ഓർബിറ്റിനെ നമുക്ക് വേണമെങ്കിൽ Rn എന്ന് എടുക്കാം. അപ്പൊ അതുകൊണ്ട് nth ഓർബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി എന്നുള്ളത് കൊണ്ട് ഞാൻ En എന്ന് ഉപയോഗിച്ചു. അതായത് ദ എനർജി കറസ്പോണ്ടിങ് ടു nth ഓർബിറ്റ് En ദാറ്റ് ഈസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ സ്ക്വയർ ഡിവൈഡ് ബൈ 4 pi epsilon 0 Rn എന്ന് നമുക്ക് എടുക്കാം. ഇസ്ന്റ് ഇറ്റ്? അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അല്ലേ? ഒരു നെഗറ്റീവ് എനർജിയെ പറ്റി നിങ്ങൾ എനിക്ക് തോന്നുന്നു ഗ്രാവിറ്റേഷണൽ മോഷനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, മെക്കാനിക്സിൽ 3rd സെമസ്റ്ററിൽ. എന്തായാലും പോട്ടെ, ലീവ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് മോഷൻ ഈസ് ബൗണ്ടഡ് അല്ലേ? എനർജി 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ഫ്രീ ആണ്, വെറുതെ നിൽക്കുകയാണ് അല്ലേ? അപ്പൊ എനർജി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ബൗണ്ടഡ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് മൂവിങ് ഇൻ എ ബൗണ്ടഡ് മോഷൻ എന്ന് പറയാം. അതായത് ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെ എനർജി നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോൺ എന്തിൽ മോഷനിലാണ് പോകുന്നത്? ബൗണ്ടഡ് മോഷനിലാണ് പോകുന്നത്. അത് ഫ്രീ ആയിട്ടല്ല മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബൗണ്ടഡ് എന്ന് പറയാം. അതായത് ബൗണ്ടഡ് മോഷന്റെ കേസിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ് ആയിട്ട് കിട്ടുക. ഓക്കെ, എനിവേ യു നോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് Rn. റേഡിയസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. എപ്സിലോൺ 0 h സ്ക്വയർ ഡിവൈഡ് ബൈ പൈ എം ഇ സ്ക്വയർ എൻ സ്ക്വയർ ആണെന്ന് പഠിച്ചിരുന്നു. ആൻഡ് ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് വാല്യൂ ഫോർ ദാറ്റ് Rn ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരേപോലുള്ള ടൈം ഡിവൈഡ് ചെയ്യുകയും മറ്റും ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദാറ്റ് എനർജി ഓഫ് ദ ഓർബിറ്റ് En ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഒരു പ്രത്യേക nth ഓർബിറ്റിൽ പോകുന്ന ഇലക്ട്രോണിന്റെ എനർജി En എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? മൈനസ് എം ഇ റൈസ് ടു 4 ഡിവൈഡ് ബൈ 8 epsilon 0 square s square n square എന്ന് നമുക്ക് കിട്ടും. Isn't it? So that is the energy of an electron moving in nth orbit. En equal to minus m e raised to 4 divided by 8 epsilon 0 h square n square എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൽ നമുക്ക് മൈനസ് എം ഇ റൈസ് ടു 4 ഡിവൈഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ എച്ച് സ്ക്വയർ എന്നുള്ളതിനെ ഞാൻ E1 എന്നെടുക്കുന്നു. അതായത് n 1 ആവുകയാണെങ്കിൽ ഉള്ള ഈ എന്നിന്റെ വാല്യൂ അതാണ് E1 എന്ന് പറയുന്നത്. n 1 ആവുകയാണെങ്കിൽ E1 എന്തായിരിക്കും? മൈനസ് എം ഇ റൈസ് ടു 4 ഡിവൈഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ എച്ച് സ്ക്വയർ ആയിരിക്കും. അപ്പൊ അതിനെ അങ്ങനെ മൈനസ് എം ഇ റൈസ് ടു 4 ഡിവൈഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? n ഈക്വൽ ടു 1 ആകുമ്പോഴുള്ള എനർജിയാണ്, അല്ലെങ്കിൽ എന്താണ്? E1 ആണ്. അപ്പോൾ മൈനസ് എം ഇ റൈസ് ടു 4 ഡിവൈഡ് ബൈ 8 എപ്സിലോൺ 0 സ്ക്വയർ എച്ച് സ്ക്വയർ എന്നുള്ളതിനെ എനിക്ക് E1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് En നെ എന്തെന്നും എഴുതാം? E1 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ എന്ന് എഴുതാം. അതിൽ എഴുതിയിൽ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. En ഈക്വൽ ടു E1 ബൈ എൻ സ്ക്വയർ ആണ്, മൈനസ് E1 ബൈ എൻ സ്ക്വയർ അല്ല. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് En ഈക്വൽ ടു
E1/n². അതായത് ഫസ്റ്റ് വണ്ണിന്റെ എനർജി നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൽ നിന്ന് n² കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2² കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റിന്റെ കണ്ടുപിടിക്കാം, 3² കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തേർഡ് സ്റ്റേറ്റിന്റെ എനർജി കണ്ടുപിടിക്കാം, 4² കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർത്ത് സ്റ്റേറ്റിന്റെ എനർജി കണ്ടുപിടിക്കാം, 5² കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് സ്റ്റേറ്റിന്റെ എനർജി കണ്ടുപിടിക്കാം, ആൻഡ് സോ ഓൺ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വർക്ക് തരികയാണ്. E1 എന്താണെന്ന് കണ്ടുപിടിക്കുക. അതായത് E1 = -me⁴ ഡിവൈഡഡ് ബൈ 8ε02 h², അല്ലേ? എമ്മിന്റെ വാല്യൂ മാസ് ഓഫ് ഇലക്ട്രോൺ ദാറ്റ് യു നോ 9.1 × 10⁻31 കിലോഗ്രാം. ഇ എന്ന് പറയുന്നത് അറിയാം, ε0 എന്ന് അറിയാം, എച്ച് എന്ന് പറയുന്ന വാലൻസ് കോൺസ്റ്റന്റ് എന്താണെന്ന് അറിയാം. ആ എല്ലാത്തിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് E1 കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടുന്നത് ജൂളിലായിരിക്കും. അതിനെ നിങ്ങൾക്ക് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. എനിവേ ഐ ആം കൺവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ E1 എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുക? വി വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു -13.6 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ E2 എന്ന് പറയുന്നത് എന്തായിരിക്കും? വി നോ ദാറ്റ് ഈസ് ഈക്വൽ ടു E1 ഡിവൈഡഡ് ബൈ 2², അതായത് E1 ഡിവൈഡ് ബൈ 4, അതായത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു -3.4 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. E3 എന്ന് പറയുന്നത് E1 ഡിവൈഡഡ് ബൈ 9 ആണ്. ദാറ്റ് വിൽ ബി -1.51 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. സിമിലർലി വി വിൽ ഗെറ്റ് വാട്ട് ഈസ് E4, ദാറ്റ് വിൽ ബി -0.85 ഇലക്ട്രോൺ വോൾട്ട്, ആൻഡ് സോ ഓൺ. അപ്പോൾ അതിൽ E1 എന്താണെന്ന് നിങ്ങൾ എന്തായാലും കാണാതെ പഠിക്കേണ്ട ഒരു സാധനമാണ്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി ഒന്നും കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്. അപ്പോൾ ബോർ ആറ്റമിക് മോഡൽ അനുസരിച്ച് എന്താണ് അലോ ചെയ്തിട്ടുള്ള ഓർബിറ്റിന്റെ റേഡിയസ് എന്താണ് എന്നും ആ ഓർബിറ്റിന്റെ എനർജി എന്താണെന്നും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഈ ബോർ ആറ്റമിക് മോഡൽ വെച്ച് നമ്മളോട് അപ്ലൈ ചെയ്ത് എന്തിന്റെ കേസിലാണ്? ഹൈഡ്രജന്റെ കേസിലാണ്. ഹൈഡ്രജന്റെ കേസിലുള്ള ഒരു റേഡിയസിന്റെ ഓർബിറ്റ് എന്താണ്, അതുപോലെ തന്നെ ആ റേഡിയസിന്റെ എനർജി എന്താണ് എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.